ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലിതിന് നെയ്യപ്പം എന്താണ് പേര് പറയുക, നിങ്ങളുടെ നാട്ടിലിതിന് എന്താ പേര് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ഇട്ടണേ. അപ്പോൾ ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ പച്ചരി പുതിർത്തി വെച്ചിട്ടുണ്ടാക്കുന്നതല്ല, പെട്ടെന്ന് അരിപ്പൊടി കൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കണം. നല്ല സെറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഉണ്ണിയപ്പം, അധികം ചേരുവകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിനാവശ്യമായ വെല്ലം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ 3/4 കിലോത്തോളം വെല്ലം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എത്രയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വട്ടം കഴുകി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലത്ത് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതലാകാനും പാടില്ല, ടൈറ്റിൽ കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. വെള്ളം അരിഞ്ഞ് സെറ്റായിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, കട്ടിയുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ചൂടാക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ബാക്കി ബാറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമായിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇപ്പോൾ ഒരു 1/2 കിലോളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അരിപ്പൊടി ഇട്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരു 2 സ്പൂണോളം അങ്ങനെയായാലും മതി. കുറച്ച് 2-3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളതിലേക്ക് എള്ളുണ്ടല്ലോ, എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് എള്ള് കൂടുതൽ നെയ്യപ്പത്തേക്ക് അടിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ എള്ളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂണോളം മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു നുള്ളുപ്പ്, ഇത് മധുരമുള്ളൊരു പലഹാരമാണല്ലോ, അതുകൊണ്ട് ഒരു നുള്ളൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഏലക്കായ ഒന്ന് ചതച്ചിട്ടെടുക്കുന്നുണ്ട്. 2-3 ഏലക്കായ ചതച്ചതിൻ്റെ കുരു മാത്രം, തോല് ഇടുന്നില്ല. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടല്ലോ വെല്ലത്തിൻ്റെ, അത് ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചിട്ട് ഇളക്കുക. അത് ചൂടാറിയതിന് ശേഷം നമ്മുടെ അരിപ്പൊടിയിലോട്ടേക്ക് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം, നല്ല കട്ടി ഉണ്ടാവും, അപ്പോൾ നല്ലവണ്ണം കലക്കി യോജിപ്പിച്ച് കൊടുക്കണം. സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ കുറച്ചായിട്ട് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ആദ്യമേ കുറേ ഒഴിച്ച് വെച്ചാൽ കട്ട പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത്. കുറച്ച് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്, അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച വെല്ലം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നെയ്യപ്പം ചുടാൻ പറ്റില്ല. അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂട്ടി കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു തിക്കിൽ നെയ്യപ്പം ചുട്ടാൽ അത് ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് വേണം, അധികം ലൂസാകാൻ പാടില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന ആ ഒരു വിധത്തിൽ ആദ്യമുള്ളതിനേക്കാളും കുറച്ച് ലൂസായിട്ട് കിട്ടിയത്. അധികം ലൂസാകാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. അപ്പോൾ നമ്മളത് മാറ്റി വെച്ച് ഒരു
ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ ഒരു വട്ടത്തിലുള്ളൊരു കയ്യിലെടുത്ത് അതിനെ കൊണ്ട് കോരി ഒരു കയ്യിൽ അളവിനാണ് നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഒരളവിന് ഒഴിച്ച് കൊടുത്ത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ഒന്ന് കോരിയെടുക്കണം. ഇതുപോലെ ഒഴിച്ച് കൊടുത്ത പാടും തന്നെ മുകളിലേക്ക് പൊന്തി വരും. നല്ല സോഫ്റ്റാണിത്. നല്ല പൊന്തി വന്നതിന് ശേഷം നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. രണ്ട് ഭാഗവും അധികം കരിയണ്ട, ഒരു ഗോൾഡൻ കളർ, ലൈറ്റ് ഗോൾഡൻ കളർ ആയതിനു ശേഷം രണ്ട് ഭാഗവും മറിച്ചിട്ട് നമുക്ക് കോരി വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി ആരും നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത്. അതുപോലെ തന്നെ പച്ചരിയൊക്കെ കുതിർത്തി കുറേ വെയിറ്റ് ചെയ്ത് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബെറ്ററാക്കി ഒരു അരമണിക്കൂറോളം നമ്മൾ സെറ്റാക്കാൻ വയ്ക്കുന്നുണ്ട്. അതല്ലാതെ പച്ചരി കുതിർത്തി അരച്ച് അങ്ങനെ ഒരുപാട് പണികളൊന്നും ഇതിനില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.